കെ.പി.സി.സി അധ്യക്ഷനും വയനാട് കോൺഗ്രസ് ഘടകവും പ്രതിക്കൂട്ടിൽ. വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത എൻ.എം. വിജയന്റെ കുടുംബവും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും തമ്മിലുള്ള സംഭാഷണം പുറത്ത്. കടബാധ്യത തീർക്കാമെന്ന് പറഞ്ഞ് കെ.പി.സി.സി തയ്യാറാക്കിയ ഉടമ്പടി പ്രശ്നം തണുപ്പിക്കാനെന്നും നേതാക്കളെടുക്കുന്ന തീരുമാനങ്ങളോട് യോജിപ്പില്ലെന്നും തിരുവഞ്ചൂർ. കോൺഗ്രസ് നേതൃത്വം വഞ്ചിച്ചു എന്നും പ്രസ്ഥാനത്തിലേക്ക് ഇനിയില്ല എന്നും മരുമകൾ പത്മജ. പത്തനംതിട്ട ചെറൽക്കുന്നിൽ ഹണി ട്രാപ്പിൽ കുടുങ്ങിയ 2 യുവാക്കൾക്ക് അതിക്രൂര മർദ്ദനവും പീഡനവും. ജനനേന്ദ്രിയത്തിൽ സ്റ്റേപ്ലർ പിന്നടിച്ചു. യുവദമ്പതികൾ അറസ്റ്റിൽ. പ്രതികൾ സൈക്കോ മനോനില ഉള്ളവരെന്നും യുവതിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായി അഭിനയിച്ച ശേഷം ദൃശ്യങ്ങൾ പകർത്തിയെന്നും FIR. ഇരുവരെയും ചോദ്യം ചെയ്യുന്നു. തിരുവനന്തപുരത്ത് വീണ്ടും അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചതോടെ നിരീക്ഷണം ശക്തമാക്കിയ ആരോഗ്യ വകുപ്പ്. ചികിത്സയിലുള്ള 17-കാരൻ്റെ നില തൃപ്തികരം. ആക്കുളത്തെ നീന്തൽക്കുളത്തിൽ +2 വിദ്യാർത്ഥിക്കൊപ്പം കുളിച്ച സഹപാഠികളും നിരീക്ഷണത്തിൽ. പൂളിൽ നിന്നും ശേഖരിച്ച സാമ്പിളിന്റെ ഫലം ചൊവ്വാഴ്ച. ആഗോള അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി. അപ്പീൽ ഹൈക്കോടതി ഉത്തരവിനെതിരെ. സംഗമം അനുവദിച്ച ഹൈക്കോടതി വിധി അപകടകരമായ കീഴ്വഴക്കമെന്നും പരിപാടി രാഷ്ട്രീയ ലക്ഷ്യത്തോടെയെന്നും ഹർജിക്കാരൻ. അടിയന്തര അറബ് ഇസ്ലാമിക ഉച്ചകോടി നാളെ ദോഹയിൽ. നിർണായക യോഗം നടക്കുന്നത് ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ. ഉച്ചകോടിക്ക് മുന്നോടിയായി അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന്.